അസ്ഥികൾ ഉരുക്കാൻ കഴിവുള്ള ഒരു ആയുധം, ആ ആയുധം ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അതായത് ഈ ആയുധത്തിന് അസ്ഥി പോലും ഉരുക്കാൻ കഴിവുണ്ട് എന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ന്യൂക്ലിയർ ബോംബ് പോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ന്യൂക്ലിയർ ബോംബിനേക്കാളും മാരകമായിട്ടുള്ള ഫലങ്ങളുള്ള ഇസ്രായേലിൻ്റെ ഈ ആയുധം മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ പേര് വൈറ്റ് ഫോസ്ഫറസ് ബോംബ് എന്നാണ്. ഇസ്രായേൽ 2 യുദ്ധങ്ങൾ നടത്തുകയാണ്. ഒന്ന് ലെബനനിൽ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുമെന്ന് രാജ്യം പ്രതിജ്ഞയെടുത്തു. മറ്റൊന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗാസയിൽ. എന്നിരുന്നാലും ട്രംപ് പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിൽ ടെൽ അവീവും ഹമാസും യോജിക്കുന്നു. പക്ഷേ മേഖലയിൽ സ്ഥിതി ഇപ്പോഴും പിരിമുറുക്കത്തിലാണ്. ലെബനനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മിഡിൽ ഈസ്റ്റേൺ രാജ്യത്ത് ടെൽ അവീവ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഗാസയിലും ലെബനനിലും വെളുത്ത ഫോസ്ഫറസ് ഉപയോഗിക്കുന്നതായി ആരോപിക്കപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഈ കാര്യത്തിൽ എന്താണ് പറയുന്നത്? ലെബനനിലും ഗാസയിലും ഇസ്രായേൽ സൈന്യം വിവാദമായിട്ടുള്ള വെളുത്ത ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് HRW വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യം അടുത്തിടെ തെക്കൻ ലെബനനിൽ വെളുത്ത ഫോസ്ഫറസ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലെബനൻ ജനതയ്ക്ക് ഈ പ്രദേശത്തെ നിരോധിത മേഖലയായ IDF പ്രഖ്യാപിക്കുകയും അവിടെയുള്ള അവരുടെ വീടുകളിലേക്ക് മടങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഫോസ്ഫറസ് മറ്റ് സൈനിക തന്ത്രങ്ങളും ഉപയോഗിച്ച് തെക്കൻ ലെബനിലെ ഒരു ബഫർ സോൺ സൃഷ്ടിക്കാൻ ടെൽ അവീവ് ശ്രമിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ഇതിൻ്റെ ഹൈലൈറ്റുകൾ? അതായത് എന്താണ് വൈറ്റ് ഫോസ്ഫറസ്? വെളുത്ത ഫോസ്ഫറസ് 800 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കത്തുന്ന ഒരു രാസവസ്തുവാണ്. ഷെല്ലുകൾ, ബോംബുകൾ, റോക്കറ്റുകൾ, ഗ്രനേഡുകൾ തുടങ്ങിയ സൈനിക യുദ്ധോപകരണങ്ങളിൽ ഇത് പ്രയോഗിക്കാം. ഒരു ബോംബിൻ്റെ രൂപത്തിൽ വായുവിൽ പൊട്ടിത്തെറിക്കുമ്പോൾ വെളുത്ത ഫോസ്ഫറസ് ഒരു വലിയ പ്രദേശം മൂടാൻ കഴിയും. ഈ രീതി കേടുപാടുകൾ വർദ്ധിപ്പിക്കുന്നു. ഭൂമിയിലെ സ്ഫോടനത്തെക്കാൾ വായുവിലെ സ്ഫോടനത്തിൻ്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും. സംഘർഷ സാഹചര്യങ്ങളിൽ വെളുത്ത ഫോസ്ഫറസിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വളരെ കൂടുതലായിരിക്കുമെന്നാണ് വിദഗ്ധരടക്കം പറയുന്നത്. 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ വെളുത്ത ഫോസ്ഫറസ് ആയുധങ്ങൾ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഉടൻ കത്തിപ്പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.